ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി ഒരു കോസി മോർണിംഗിലേക്ക് സ്വാഗതം. ഞാൻ എന്താ വെളുപ്പിന് എണീറ്റപ്പോൾ നമ്മുടെ ഇവിടെ കോടയൊക്കെ മൂടി എയർപോർട്ടൊന്നും, അതായത് ആൻഡമാനിലെ എയർപോർട്ടൊന്നും കാണാത്ത പോലെ നല്ല മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ചോല പട്ട് വിരിച്ചിട്ട് സൂര്യൻ ഇങ്ങനെ പൊന്തി വന്നു. അന്നേരം നമ്മൾ വേഗം പണിയൊക്കെ തീർത്തു കേട്ടോ. ശമ്പൂട്ടൻ ഇന്ന് സ്കൂളിൽ പോകേണ്ട ദിവസമല്ലേ. ഇന്നലെ ഫ്രൂട്ട്സ് വണ്ടി വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കൂടെ കുഞ്ഞിപ്പഴം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മളിന്ന് പുട്ടാണ് ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റായിട്ടുള്ള ആവി പറക്കുന്ന പുട്ടും പഴവും ഒരു പൊട്ടിക്ക് പഞ്ചസാര എല്ലാം വിതറിയിട്ട് കഴിക്കാൻ എനിക്കിഷ്ടമാണ്. കുറച്ച് നാളായിട്ട് ശമ്പൂട്ടനും അത് ഇഷ്ടമായി വരുന്നുണ്ടേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും വിളക്ക് കൊളുത്താൻ വേണ്ടി പോവുകയാണ്. ഇന്നലെ നമ്മൾ ഫുള്ള് എല്ലാം ക്ലീനാക്കി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മാസം എന്താണ് വിളക്ക് കൊളുത്താത്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഇടയ്ക്കിടയ്ക്ക് അത് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മോൻ സ്കൂളിലെല്ലാം പോയിട്ട് സമാധാനമായിട്ട്, കാരണം 6:30 ആകുമ്പോൾ അവൻ സ്കൂളിലേക്ക് പോകും. 7 മണിയാകുമ്പോഴത്തേക്ക് ബസ് വരും. അപ്പോഴത്തേക്ക് അതെല്ലാം കഴിയും. അപ്പോൾ നാട്ടിൽ ഒരു ഇത് വെച്ച് നമ്മൾ ഒരു 7 മണിയൊക്കെ രാവിലെ വിളക്ക് കത്തിക്കാൻ ഓക്കെ ആയിട്ടുള്ള സമയമാണല്ലേ. പക്ഷേ പൊതുവേ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ശമ്പൂട്ടൻ വിളക്ക് കൊളുത്തിയിട്ടാണ് എല്ലാ ദിവസവും പോവാറ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് തന്നെ ഇന്ന് വിളക്ക് കൊളുത്തണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ടും പിന്നെ ഞാൻ തലേദിവസം തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് വെക്കുമ്പോഴാണ് അവൻ വിളക്ക് കൊളുത്തുക. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മൾ ആദ്യം തൊട്ട് എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് അങ്ങനെ എടുക്കണമല്ലോ. അപ്പോൾ ശമ്പൂട്ടൻ ഓൾറെഡി യൂണിഫോം ഇട്ടതുകൊണ്ട് അതിലൊന്നും എണ്ണയൊന്നും പറ്റിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തന്നെ വിളക്ക് കൊളുത്തിക്കോളാം, നാളെ തൊട്ട് അല്ലെങ്കിൽ വൈകുന്നേരം തൊട്ട് കുഞ്ഞിനെ വിളക്ക് കൊളുത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ടൊരു റിഫ്രഷിങ് ഒരു ഡേ ആയിരുന്നു എനിക്കത്. ഭയങ്കര സന്തോഷമുള്ളൊരു ഡേ ആയിരുന്നു. അതിനൊരു കാരണം നമ്മൾ തംബ്നെയിലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ വിളക്കിൽ തിരിയൊക്കെ ഇട്ടു. ഞാൻ എന്തുകൊണ്ടാണ് ഈ 4 തിരി ഇടുന്നതെന്നുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ, എന്തുകൊണ്ടാണ് നമ്മൾ 4 തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നതെന്നുള്ളതൊക്കെ. പിന്നെ തീപ്പെട്ടി കൊണ്ട് ഡയറക്റ്റ് വിളക്ക് കൊളുത്താറില്ല. കൊടിവിളക്കിലോ അല്ലെങ്കിൽ ചെറിയൊരു തിരി പിടിച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് വിളക്ക് കൊളുത്താറ്. അപ്പം കുറേ ദിവസത്തിന് ശേഷം ആയതുകൊണ്ട് നിറയെ റോസാപ്പൂക്കളൊക്കെ ഇട്ടു. നമ്മൾ കടയിൽ നിന്ന് ഫ്ലവർ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ച് പൂവാണ്. കാരണം എനിക്ക് താഴെ പോയിട്ട് നമ്മുടെ ഗന്ധരാജൻ്റെ പൂ പറിക്കാൻ കുറച്ചൊരു പേടിയുണ്ട്. കാരണം കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഇനി പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ള സ്ഥലമല്ലേ ഈ ആൻഡമാൻ എന്ന് പറയുമ്പോൾ. നല്ല വിഷമുള്ള പാമ്പ് എപ്പോഴും കാണാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒച്ചുകളില്ലേ, സ്നെയിൽസ്, അതും കുറേ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ അങ്ങോട്ട് പോകാനൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഗന്ധരാജൻ്റെ പൂക്കളൊന്നും പറിച്ചിട്ടില്ല. ചെമ്പരത്തിയൊക്കെയാണല്ലോ ഇവിടെയുള്ള, ഒന്നും പറിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് വിളക്കൊക്കെ കൊളുത്തി അതിന് ശേഷം നമ്മൾ ലളിത സഹസ്രനാമമൊക്കെ ടി വിയിൽ ഇട്ടിട്ട് ഇങ്ങനെ കേട്ട് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം ഞാൻ പറയാം, ഇന്ന് ഞാൻ നേരത്തെ എൻ്റെ പണികളെല്ലാം ഒതുക്കാൻ കാരണം നമ്മുടെ ധ്വനിക്കുട്ടി ഇന്ന് കുറച്ച് നേരം വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അരുണിമയ്ക്ക് കുറച്ച് പരിപാടിയുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് അരുണിമ, അവൾക്ക് കുറച്ച് പരിപാടിയുണ്ട്, പുറത്തൊക്കെ പോകേണ്ട ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് ധ്വനിക്കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ പണികളെല്ലാം ഒരുക്കി വെക്കണം. കാരണം എന്താ വെച്ചാൽ മോള് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സമയം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. കാരണം അവൾക്ക് ബോറിംഗ് ആവാൻ പാടില്ല, പിന്നെ അവൾക്ക് ഹാം ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം ഞാൻ പണ്ടത്തെ മോളുടെ കൂടെ ഉള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ സ്വിച്ച് ബോർഡും കാര്യങ്ങളും ഒക്കെ താഴെയാണ്, നമ്മുടെ ബെഡിൻ്റെ അടിയിൽ വരുന്ന രീതിയിലാണ്. അപ്പോൾ എല്ലാം താഴെ ആയതുകൊണ്ട് അവൾക്ക് കൈയൊക്കെ ഇടാൻ പാകത്തിനാണ്. അപ്പം 2 കണ്ണും നമുക്ക് അവളുടെ കൂടെ തന്നെ വേണം എന്നുള്ളതുകൊണ്ട് എൻ്റെ പണിയെല്ലാം ഒതുക്കി. മാത്രമല്ല നമുക്കിന്നൊരു കുഞ്ഞു പാർട്ടി ഉണ്ട്. നമ്മുടെ താഴത്തെ വീട്ടിലെ ബയ്യ നമ്മുടെ ചീഫായിട്ട് പ്രൊമോഷനായി. അപ്പോൾ അതിൻ്റെ പേരിലൊരു കുഞ്ഞു പാർട്ടിയുണ്ട്. അപ്പോൾ അതിന് പോകണം. രാവിലെ തന്നെയാണ്, കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ടൊരു 10 മണി കണക്കിനാണ് പാർട്ടി കേട്ടോ. അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അതിനുശേഷം കുഞ്ഞിനെ കൊണ്ടുവന്നു. അവളുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവളെയും കൊണ്ടിട്ട് തന്നെ പാർട്ടിക്ക് പോയി. പിന്നെ റെഡി ആവേണ്ട കാര്യമൊന്നുമില്ല, താഴത്തെ വീട്ടിലായതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പോയിട്ടോ. എല്ലാവരും നോർമലി ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പോയി. പിന്നെ ബയ്യ ഇല്ലായിരുന്നു, അവരുടെ വൈഫ് തന്നെയാണ് എല്ലാം ചെയ്തത്. അപ്പം ഹിന്ദിക്കാരാണ്, അപ്പോൾ അവരങ്ങനെ ചെറിയ ബെസ്റ്റ് ഫ്രണ്ട്സിനെ മാത്രം, അല്ലെങ്കിൽ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. ഞാനും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 10-27 പേരെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കേട്ടോ. ഈ പഠിപ്പിച്ച് കഴിയുന്നവരെല്ലാവരും എന്നോട് ചോദിക്കുന്നത് നീ തന്നെ നിൻ്റെ കുഴി തോണ്ടുകയാണല്ലോ എന്ന്. കാരണം നമുക്കപ്പോൾ കേക്കിൻ്റെ ഓർഡർ കുറയും. അപ്പോൾ ഈ 27 പേരും എൻ്റെ നിന്ന് തന്നെ കേക്ക് മേടിക്കുന്നവരോ മേടിച്ചിട്ടുള്ളവരോ ഒക്കെ ആയിരിക്കും. അപ്പം അവർക്ക് നമ്മുടെ കേക്ക് ഇഷ്ടമായതുകൊണ്ടും പിന്നെ അതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് എന്നറിയുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാ എന്നും കൂടെ തോന്നിയിട്ടാണ് കേട്ടോ ഇവരിൽ പലരും ചെയ്യുന്നത്. പക്ഷേ പഠിപ്പിക്കുമ്പോൾ
പഠിക്കുമ്പോൾ എന്നോട് പറയുന്നത് ജസ്റ്റ് ദീദി വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാമല്ലോ, അല്ലാതെ സെയിലൊന്നും വേണ്ടതാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ തന്നെ എനിക്ക് എൻ്റെ ഇത് പഠിച്ചവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലെനിക്ക് പൂർണ്ണമായിട്ടും സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം കൂടെ ഞാൻ പറയാം, ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയുന്നതല്ല. കാരണം ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും ഒരു 2 വർഷമാണ് മാക്സിമം ഒരുമിച്ചുണ്ടാവുള്ളൂ. അല്ലാതെ എനിക്ക് ഇവിടുന്ന് ഒരു ലൈഫ് ലോങ് കസ്റ്റമേഴ്സിനെ ഒന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. മാത്രമല്ല ഇവരെയൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഇനി കാണുമോ എന്നുള്ളതിലും വലിയ ഐഡിയ ഒന്നും ഇല്ല. ഇപ്പോൾ 20 പേരിലെ മാക്സിമം ഒരാളെ കണ്ടാലായി, അത്രയേ ഉള്ളൂ. എൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ നമ്മളതിന് നോ പറഞ്ഞാൽ ലൈഫ് ലോങ് അവരുടെ മനസ്സിൽ അവരെങ്ങനെ മോശമായി നമ്മളോട് പെരുമാറി എന്നുള്ള രീതിയിൽ എനിക്ക് നിൽക്കും കേട്ടോ. ഞാനൊരു ഹെൽപ്പ് ചോദിച്ചിട്ട് ഒരാൾക്ക് നമുക്ക് അത് എന്തെങ്കിലും ഒരു മുഖം കറപ്പിച്ചാണ് പോലും ചെയ്തു തരുന്നെങ്കിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ നിൽക്കും. പിന്നെ ഞാനൊരു ഹെൽപ്പ് അവരോട് ചോദിക്കാൻ നിൽക്കില്ല. അതുപോലെ തന്നെ ആയിരിക്കില്ലേ ബാക്കി എല്ലാവരും. പക്ഷേ ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ ഒരാൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോടൊരു ഹെൽപ്പ് ചോദിച്ചിട്ട് ഒരാൾ ആ ഒരു ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, മേ ബി ഇപ്പോൾ കേക്കിൻ്റെ കേസ് തന്നെ എടുക്കുവാണെങ്കിലും ഓരോ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കുമ്പോഴും അവരിങ്ങനെ ആരെങ്കിലും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നീ എവിടെ നിന്ന് ഇത് പഠിച്ചതെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അവർ പറയും ഇങ്ങനെ ഞങ്ങൾ ആൻഡമാനിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു രീതി പഠിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺസിനെ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിട്ടൊക്കെ അവരെന്നെ ഓർക്കും. പക്ഷേ ഇവരെ ഞാൻ ഇതിപ്പോൾ പറഞ്ഞു കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മേ ബി അവരത് ഓർക്കത്തുമില്ലായിരിക്കും. നമുക്കൊരു ഹെൽപ്പ് എപ്പോഴെങ്കിലും വേണ്ടിയത് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ചെയ്ത് തരുകയില്ല. മാത്രമല്ല നമുക്കറിയാവുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരു കഴിവ് നഷ്ടപ്പെടും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം എനിക്ക് കുറച്ചും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്കും അവരുടേതായ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടും ഇപ്പോൾ ഓരോ കേക്കിനും പല പല റെസിപ്പീസ് ആണല്ലോ. അപ്പം ഇപ്പം നമ്മൾ പഠിപ്പിക്കുമ്പം ഇപ്പം 100 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 100 എണ്ണം പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. ബേസിക്കായിട്ടൊരു കേക്കാണ് പഠിപ്പിക്കുക. അതിനുശേഷം ഇപ്പോൾ ട്രാൻസ്ഫറായി പോയവർ വരെയും എന്നോടിങ്ങനെ വിളിച്ച് ചോദിക്കും, ദീദി ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ വാൻജോ കേക്കിന് എത്ര പ്രപ്പോർഷൻസ് എടുക്കണം സാധനങ്ങൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കുമ്പം അവർക്കറിയാം ഏതൊരു അവസ്ഥയിലും എവിടെയാണെങ്കിലും നമുക്കിപ്പോൾ വാട്സപ്പും ഫോൺ നമ്പറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന അവർക്കൊരു മൈൻഡിലൊരിതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നോട് ചോദിക്കാനൊരു മടിയൊന്നും കാണിക്കില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാനും മടി കാണിക്കില്ല. ചിലർ അതൊരു ബിസിനസ് മൈൻഡിലെടുക്കും, ചിലർ ഒരു നമ്മുടെ ആവശ്യത്തിന് എന്ന് വേണ്ടിയിട്ട് എടുക്കും. ചിലർ പറയും അയ്യോ ഇത്രയൊന്നും മെനക്കെടാൻ വയ്യ ദീദി പിള്ളേരെ കൊണ്ട്, അതുകൊണ്ട് ദീദി തന്നെ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ കൂടുതലും നോൺ വെജ് കേക്ക്, അതായത് മുട്ട ചേർക്കാത്ത കേക്കാണ് ഞാനിവിടെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മലയാളികൾക്ക് മാത്രമാണ് മുട്ട ചേർത്തുള്ള കേക്ക് വേണ്ടി വരിക. പക്ഷേ എനിക്കൊരു 90% ഉറപ്പുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് 27 പേര് പഠിച്ചെങ്കിലും അവരുടെ ഫ്രണ്ട്സിന് ഇത് പഠിപ്പിച്ച് കൊടുക്കില്ല എന്നുള്ള കാര്യം. കാരണം ഞാൻ പഠിപ്പിച്ചതിൽ ഒരു 25 പേരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഇനിയും വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുതേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ആഫ്റ്റർ ഓൾ എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ പോലെയാണ്. എന്നാലും ഈ 25 പേര് ഒരുപോലെ ആയിപ്പോയല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ആവശ്യത്തിന് നമ്മുടെ നിന്നെല്ലാം ചോദിച്ച് മേടിച്ച് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഒന്നെങ്കിൽ പറയും അയ്യോ എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല, അല്ലെങ്കിൽ പറയാം ആ ദീദിയാണ് പഠിപ്പിച്ച ആ ദീദിയോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ പറയാം എനിക്ക് അത്രയ്ക്കൊന്നും മനസ്സിലായില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇവരുടെ ഒക്കെ വീട്ടിലൊരു ആവശ്യം വരുമ്പോൾ ഇവരൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അവർ അടിപൊളിയായിട്ട് പഠിച്ചു എന്നുള്ള കാര്യം. പക്ഷേ ഇവരാരും പരസ്പരം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കില്ല എന്നുള്ളതാണ് മെയിൻ ഒരു കാര്യം കേട്ടോ. അപ്പം ഞാനിത് ഇത്ര ഓപ്പണായിട്ട് പറയുന്നത് അങ്ങനെ ഒരിക്കലും ആവരുത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയാമെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു 20% ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ ബാക്കി എഫേർട്ട് ഇട്ട് അവർ കണ്ടുപിടിച്ചോളും. എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനകത്ത് ഹൈഡ് ചെയ്യാനൊന്നുമില്ല. കാരണം എനിക്ക് ഓർഡർ വരുന്ന ദിവസം ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പം ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ ഇവർ വരും. അപ്പോൾ എനിക്ക് ഞാൻ സെല്ല് ചെയ്യുന്ന കേക്കിനകത്ത് ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇവർ ഓട്ടോമാറ്റിക്കലി ഇത് കാണും. അതേപോലെ ഇവരുടെ വീട്ടിലൊക്കെയാണ് ഞാൻ പോയിട്ട് ഉണ്ടാക്കി പഠിപ്പിക്കുന്നത്. കാരണം എൻ്റെ വീട്ടിലേക്ക് ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈം 5-6 പേര് വരാൻ വേണ്ടിയിട്ട് റെഡിയാണ് കേക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു എഫേർട്ട് ഇടാത്തതുപോലെ എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ ആകെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ പഠിക്കണമെങ്കിൽ ഞാനൊരു സാധനങ്ങളിൽ എന്തൊക്കെ വേണമെന്നുള്ളതിന് ലിസ്റ്റ് തരാം, അതൊന്ന് മേടിച്ച് വെക്കൂ. അപ്പം ഞാൻ നിങ്ങൾ പറയുന്ന ടൈമിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി തരാം. അപ്പോൾ എനിക്ക് ആകെ 1 മണിക്കൂറത്തെ പണിയേ ഉള്ളൂ. എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. ആ സ്പെഞ്ച് റെഡി ആവുന്ന വരെയുള്ള അല്ലെങ്കിൽ ഐസിങ് ചെയ്യുന്നത് വരെയുള്ള ടൈമേ എനിക്ക് പോകുന്നുള്ളൂ. പക്ഷേ ഇവരൊക്കെ ഈ 10 പേര് എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ 5 പേര് എൻ്റെ വീട്ടിലേക്ക് അറ്റ് എ ടൈം വരുവാണെങ്കിൽ
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എല്ലാവരുടെയും ക്വാർട്ടർ ആയതുകൊണ്ട് ഇത്രയും പേർക്ക് തിക്കി തിരിഞ്ഞ് അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ ഞാൻ കേക്കിൻ്റെ വീഡിയോ പൊതുവെ ഇടാത്തത് തന്നെ ഇതൊരു ടൈമിങ്ങിലാണ്. നമ്മൾ ബാറ്റർ ഉണ്ടാക്കി അപ്പം തന്നെ ഇത് ഐസിങ് ചെയ്ത് വെക്കണം, മീൻസ് കുക്ക് ചെയ്യാൻ വെക്കണം. ഇത് ഇവരുടെയൊക്കെ എല്ലാവരുടെയും ഓരോരുത്തരുടെ ഡൗട്ട് വരുമ്പോഴത്തേക്ക് അത്രയും ഡിലേ ആവും നമ്മളിത് ഓരോന്ന് ചെയ്ത് കാണിക്കാനായിട്ട്. നമ്മൾ വലിയ ക്ലാസ് ഒന്നും എടുത്ത് പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയല്ലേ ചെയ്തു കൊടുക്കുക. അപ്പോൾ മാക്സിമം ഞാൻ നോക്കുന്ന ഒരു 27 പേര് പഠിപ്പിച്ചതിൽ ഒരു 2-3 പേരെ മടിയായിട്ട് മാറിയിരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും അത്യാവശ്യം അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ധ്വനിക്കുട്ടി അടിപൊളിയായിട്ട് നമ്മുടെ പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തു, ഡാൻസൊക്കെ കളിച്ചു. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒന്നും മേടിച്ചില്ല. എനിക്ക് എടുത്തത് തന്നെയാണ് കേട്ടോ ഞാൻ അവൾക്കും കൊടുത്തത്. കാരണം എനിക്ക് തീരെ വിശക്കുന്നുണ്ടായിരുന്നു, രാവിലെ പുട്ടല്ലേ കഴിച്ചത്. അപ്പോൾ അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ വന്നിട്ടിരുന്ന് കളിക്കാൻ തുടങ്ങി. കാരണം കുഞ്ഞാവ അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോയിട്ട് പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ശമ്പൂട്ടൻ വരാൻ 12, ഇപ്പോൾ നോക്കൂ ക്ലോക്കിൽ സമയം 12:10 ആ ഒരു സമയമല്ലേ ആയിട്ടുള്ളൂ. ശമ്പൂട്ടൻ വരാൻ ഏകദേശം 2 മണിക്ക് അടുത്താവും. അപ്പം എന്തായാലും ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകാം എന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അരണിമ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ദീപു ചേട്ടൻ ഫുഡുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്നറിയുമോ, ഇന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണേ. അപ്പോൾ അതാ ഗിഫ്റ്റ് ഇരിക്കുന്ന കണ്ടോ നമ്മുടെ അൽമാരിയുടെ മുകളിൽ. അപ്പോൾ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അവർ എനിക്ക് ബിരിയാണി കൊണ്ടുതരാം. ഓൾറെഡി അവരും പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പം എന്തായാലും നമുക്കൂടെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ എന്തായാലും എനിക്ക് താഴെ പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഫുഡൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ശമ്പൂട്ടനുള്ളത് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടി കുറച്ച് ഡിലേ ഒക്കെ ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. കാരണം പയ്യെ വരാൻ കുറച്ച് ലേറ്റ് ആവും. പിന്നെ പൊതുവേ പാർട്ടിക്കൊക്കെ പോയാൽ ശമ്പൂട്ടൻ കഴിക്കുന്നത് വളരെ കുറവാണ്. അപ്പം സ്പൈസി ഇല്ലാത്ത എന്തെങ്കിലും ഫുഡ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങ് പോകുന്നത്. അപ്പോഴത്തേക്ക് അവരിങ്ങനെ വിളിച്ച് പറഞ്ഞു എന്തായാലും ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഞാൻ ചോറ് വെച്ചിരുന്നു. എന്തായാലും അവൾ പറഞ്ഞു കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ അടുക്കളയിലോട്ട് പോകാതെ കുഞ്ഞാവയുടെ കൂടെ തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പം എൻ്റെ ഒരു ഇപ്പോഴത്തെ ഫീലിംഗ് എന്താ വെച്ചാൽ, ശമ്പൂട്ടൻ എപ്പം കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് ആ ഒരു സെക്കൻഡ് ടൈം എനിക്കൊരു ടൈം ട്രാവൽ ചെയ്ത് ഞാൻ പിന്നെയും ബാക്കിലോട്ട് പോയ പോലെയാണ് തോന്നുക. ശമ്പൂട്ടനായിരുന്നപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ്. അവൻ ഉണർന്നിരിക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം വീട്ടിലെ പണികളും ചെയ്യും, അവൻ്റെ കൂടെ കളിക്കുകയെല്ലാം ചെയ്യും. അവൻ എപ്പോഴാണോ ഒരു പവർ നാപ്പ് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്തിന് ഞാനും അവൻ്റെ കൂടെ കയറി റിലാക്സ്ഡ് ആയിട്ട് റെസ്റ്റ് ചെയ്യും. പിന്നെ ഫോൺ കാണും, നമ്മുടെ മീ ടൈം എടുക്കും, എല്ലാം ചെയ്യും. എന്നിട്ട് കാരണം അപ്പോൾ എനിക്ക് അവൻ ഉറങ്ങുന്ന സമയത്ത് പൊതുവേ എല്ലാ അമ്മമാരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉറങ്ങുന്ന സമയത്ത് കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ഇവർ ഓട്ടിപ്പിടിച്ച് പോയി കുളിക്കും, നനയ്ക്കും, അവരുടെ പരിപാടിയൊക്കെ ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ നേരെ തിരിച്ചായിരുന്നു. ഞാൻ കുളിക്കുമ്പോൾ തന്നെ ശമ്പൂട്ടൻ കുളിക്കും, ഞാൻ കഴിക്കുമ്പോൾ തന്നെ ശമ്പൂട്ടനെ കഴിപ്പിക്കും. ഞാൻ പണിയെടുക്കുമ്പം ശമ്പൂട്ടനെ കിച്ചണിൽ കൊണ്ടിരുത്തിയിട്ട് അവന് ഓരോ സാധനങ്ങൾ കൊടുക്കും. പൊതുവേ അറിയാമല്ലോ കുഞ്ഞുങ്ങൾക്ക് പാത്രം, സവാള, വെളുത്തുള്ളി, സ്പൂണ്, ലൈറ്റർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. അതൊക്കെ തന്നെ കൊടുത്തിട്ടാണ് ഞാനും ശമ്പൂട്ടനെ ആ ഒരു ചെറിയ പ്രായത്തിൽ വളർത്തിയിരുന്നത് കേട്ടോ. എനിക്കതാണ് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് കുഞ്ഞിനെ TV വെച്ചിരുത്തേ, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞ് കളിക്കുമ്പം 24 hours കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നിട്ട് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ബാക്കി പണി ചെയ്യുക അങ്ങനൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ 12:10 ആയിരുന്നില്ലേ സമയം. കറക്റ്റ് 12:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ പ്രാവൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഞാനിത് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഇപ്പോൾ ഇല്ലേ. അപ്പോഴത്തേക്ക് ധ്വനിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു സാധനത്തിൻ്റെ കുട്ടിക്ക് പേടിയില്ല, അവളെല്ലാത്തിനെയും എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ചെറുപയറൊക്കെ കൊണ്ടിട്ട്, ചെറുപയറിൻ്റെ പരിപ്പുണ്ടായിരുന്നേ, അതൊക്കെ ആൾക്ക് കൊണ്ട് കൊടുത്തു. അത് ഇങ്ങനെ അവൾ ഓരോന്നായിട്ട്, കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ വക്കത്തിട്ടിട്ടാണ് കൊടുത്തത് പ്രാവിന്. അപ്പോൾ പ്രാവുകളെല്ലാം നിരനിരയായിട്ട് വന്നിരുന്ന് കഴിക്കും. അത് കുഞ്ഞ് കണ്ടോട്ടെ, അവൾക്കത് ഇഷ്ടമാണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഈ പ്രാവശ്യം അവളുടെ കയ്യിൽ തന്നെ കൊടുത്തപ്പോൾ അവളും ഈ വക്കത്ത് കുറച്ച് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ വക്കത്ത് വരിയായിട്ട് വെക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഓർത്തു, അവൾക്ക് ഒരു 2 ആഴ്ച മുമ്പേ നടന്ന സംഭവം ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ എന്നേ. പിന്നെ കുട്ടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ പ്രാവ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ ആൾ ദേഷ്യം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വേഗം താഴേക്ക് ഇട്ട് കൊടുത്തു പ്രാവിന് കേട്ടോ. താഴെ നിറച്ച് പ്രാവ് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ടോ, താഴത്തെ അതായത് 3rd ഫ്ലോറിൻ്റെ വീടിൻ്റെ സൺഷെയ്ഡിലൊക്കെ പ്രാവ് വന്നിരിക്കുന്നില്ല. നമ്മളിവിടെ നിന്ന് ഇട്ട് കൊടുക്കുമ്പോൾ പ്രാവ് മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇരിക്കും. അതേപോലെ നമ്മുടെ ഈ ബാൽക്കണിയിലൊക്കെ വന്നിരുന്ന് കഴിക്കും. അതിന് ശേഷം പ്രാവുകളെല്ലാം പോയതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയിടാറാണ് പതിവേ. അതുകൊണ്ടാണ് അവിടെ കുറച്ച് ഈർപ്പം നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ കുറച്ച് പായൽ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ സ്ഥലം ഞാൻ എപ്പോഴും കഴുകിയിടുന്നതാണ്. അവിടെ കാണുന്നതെല്ലാം പെയിൻ്റാണ്. കാരണം ആ ഒരു നമ്മുടെ വീടിന് ഇടയ്ക്ക് ബ്ലൂ പെയിൻറ്റ് അടിച്ചിരുന്നല്ലോ പുറത്ത് ഭാഗത്ത്, ആ പെയിൻറ്റ് ഡ്രിപ്പായതാണ് അവിടെ ഡോട്ടായിട്ട് കാണുന്നത്, അല്ലാതെ അഴുക്കൊന്നും അല്ല കേട്ടോ.
പിന്നെ ഞാൻ മോളെ പെല്ലെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഡോറൊന്ന് അടച്ചു. കാരണം പ്രാവ് അതെല്ലാം വന്ന് കഴിക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ മെല്ലെ ഓരോന്നിരുന്ന് പിറക്കേണ്ടി വരും. ഇതങ്ങ് അടച്ചിട്ടാൽ അതുങ്ങൾ സമാധാനത്തിൽ വന്ന് കഴിച്ചിട്ട് പൊയ്ക്കോളും. മോൾക്ക് നല്ല വിഷമായി ഞാൻ അകത്ത് കയറ്റിയപ്പോഴത്തേക്ക്. അപ്പം ഞാൻ മെല്ലെ ലോക്കൊന്ന് തുറന്നു കൊടുത്തു. പ്രാവ് ഏകദേശം കഴിച്ചു കഴിഞ്ഞപ്പം. പിന്നെ ഞാൻ ചെയ്തൊരു പരിപാടിയാണ്, 2 മുട്ടയുടെ ട്രേ എടുത്തിട്ട് അതിനകത്തെല്ലാം കുറച്ച് ചെറുപയർ അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് കുട്ടികൾക്ക് നല്ലതാണ് ആക്ച്വലി. അപ്പോൾ ഞാനും ഒരു സൺലൈറ്റ് നല്ല വെളിച്ചം വന്നപ്പോഴത്തേക്കൊന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ കുഞ്ഞിനും അത് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ രണ്ടുപേരോട് എന്ത് ചെയ്തു, മുട്ടയുടെ ട്രേക്കകത്ത് അവിടെ വെതറി ഞാൻ കുറച്ച് ചെറുപയർ ഇട്ട് കൊടുത്തു. അവൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് അതുകൊണ്ട് കളിച്ചു കേട്ടോ. അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചെറുതിലുള്ള ഒരുപാട് നമുക്ക് കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ മോട്ടോർ സ്കിൽസൊക്കെ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ആക്ടിവിറ്റീസാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനുള്ളത്. അപ്പം ഇതിനകത്തുനിന്ന് ഓരോ ട്രെയിൻ നമ്മൾ പെറുക്കി അപ്പുറത്തിട്ടിട്ട് കളിച്ചു കുറേ നേരം കേട്ടോ. ഭയങ്കരമായിട്ട് 2 കൈ ഒരുമിച്ച് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് പഠിക്കേണ്ട സ്കിൽസൊക്കെ ആണല്ലോ. ഇവർ ഭയങ്കര ആക്റ്റീവ് ബേബീസാണ്. ബേബീസ് എന്ന് പറയാൻ ഇവർ ട്വിൻസാണ്. അപ്പോൾ അറിയാമല്ലോ, ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൊരാളാണ് ഇത്. അപ്പോൾ അവൾ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. ഞാൻ ഇവിടെ വരുന്നത് പഠിപ്പിക്കാനൊന്നും അല്ലല്ലോ കുഞ്ഞിനെ, അവളൊന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്തുക എന്നുള്ളത് മാത്രമാണ്. മാക്സിമം സ്ക്രീൻ ടൈം ഇല്ലാണ്ട് എൻഗേജ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നതിന് ശേഷം ഞാൻ കൈയും കാലും മുഖമൊക്കെ കഴിയിപ്പിച്ച് തുടച്ച് ഞങ്ങൾ അകത്ത് കയറിയിട്ടോ. അകത്ത് കയറിയിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റിന് ശമ്പൂട്ടിനെ വിളിക്കാൻ പോകേണ്ട സമയമായി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് കൊടുക്കാമെന്ന്. പക്ഷേ ഇവിടെ വരുന്ന ഓരോ കുട്ടികളും ടി വിയിൽ ടൈം സ്പെൻഡ് ചെയ്യില്ല. കാരണം ഇവിടെ കുറേ ഉണ്ട് കളിക്കാനായിട്ടുള്ള സാധനങ്ങളും അതിനുള്ള ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ എടുത്ത് വെച്ച് കളിക്കാനായിട്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഞാൻ എല്ലാ സാധനങ്ങളും ഏകദേശം കുട്ടികൾക്ക് കൈയെത്തുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഒന്നും മുകളിൽ അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ദീപു ചേട്ടൻ നമുക്കുള്ള ബിരിയാണി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു വായു ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പോയിരിക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടില്ല. അപ്പം അച്ഛനങ്ങ് പോയി, അവൾക്ക് കിട്ടിയ സാധനം കൊണ്ട് അവൾ അകത്തേക്കും പോയി. അങ്ങനെ ഞങ്ങൾ ശമ്പൂട്ടിനോട് വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ അടുത്ത ആൾ ഒന്നും കൂടെ വന്നു. അപ്പോൾ കുട്ടി വിചാരിച്ച് വീണ്ടും അച്ഛൻ വന്നാന്ന് ഓടി വന്നതാണ്. ഇതെന്താ വെച്ചാൽ എൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന ബേക്കിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം ഒരാൾ മേടിച്ചുകൊണ്ട് പോയിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് അത് തിരിച്ചു കൊണ്ടുതരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിന്ന് കേക്ക് പഠിക്കുന്ന എല്ലാവരും എൻ്റെ തന്നെ സാധനം വെച്ചിട്ടാണ് പഠിക്കുക. ഈവൻ ബീറ്റർ തൊട്ട് ബേക്കിംഗ് ട്രേ ഉൾപ്പെടെ എല്ലാ സാധനവും എൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ട കേക്കാണ് ആ മേടിച്ചുകൊണ്ട് പോയിരുന്ന ആൾ ഇന്നുണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഇന്ന് 2ാമത്തെ കേക്കാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അവൾ ഒരു പീസസ് കേക്ക് കൊണ്ട് തന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഹാഫ് എടുത്ത് ധ്വനിക്കുട്ടിക്കും കൊടുത്തു, ഹാഫ് എടുത്ത് ശമ്പൂട്ടിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് വെജ് കേക്കാണ്, പ്യുവർ വെജ് കേക്കാണ്, മുട്ടയൊന്നും ചേർക്കാത്ത കേക്കാണ്. കിട്ടിയപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാനൊരു കുഞ്ഞ് സ്ലൈസാണ് കൊടുക്കുന്നുള്ളൂ, കാരണം അവൾ ഓൾറെഡി രാവിലെ നന്നായിട്ട് കേക്ക് കഴിച്ചിരുന്നു. പിന്നെ ഇവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കേക്ക് കഴിക്കുന്നവരാണ്. കാരണം അരുണിമയും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അരുണിമ അടിപൊളിയായിട്ട് ഇപ്പോൾ കേക്ക് ഉണ്ടാക്കും. ഒരു പൊടിക്ക് എനിക്ക് എൻ്റെ കേക്കിനെക്കാട്ടിൽ ഇപ്പം ഐസിങ് ചെയ്ത കേക്കുകളിൽ എൻ്റെ കേക്കിനെക്കാട്ടിൽ എനിക്കിപ്പോൾ അരുണിമയുടെ കേക്ക് ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇനി ഡിസൈനും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് പഠിക്കാം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ധ്വനിക്കുട്ടി ആഘോഷകരമായിട്ടിരുന്ന് കേക്ക് കഴിച്ചു. ഞാനിപ്പോൾ എൻ്റെ കേക്ക് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ കേക്കാണ് കേട്ടോ കഴിക്കുക. കാരണം എന്തെന്നറിയാമോ, ഞാൻ പഠിപ്പിച്ചവർ തന്നെ അവർ വീട്ടിൽ ബേക്ക് ചെയ്യുമ്പം എനിക്കൊരു പീസ് കൊണ്ടുതരും. ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ടെക്സ്റ്ററിനൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും അവർ ഓരോ പീസ് കൊണ്ടുതരും. അപ്പോൾ അങ്ങനെ കൊണ്ടു തന്നതാണ്. അതിനുശേഷം നമ്മൾ ശമ്പുക്കുട്ടനെ വിളിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക്സ് നടക്കുന്നത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും കേട്ടോ എന്തായാലും. അപ്പോൾ ശമ്പുചേട്ടനെ വിളിക്കാൻ വേണ്ടി പോകാൻ ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. എന്നെ വലിച്ചുകൊണ്ടാണ് പോകുന്നത്. വണ്ടി വരുന്നത് കാണുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കൈ വീട്ടിട്ട് ഓടിയപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോഴത്തേക്ക് ഓടി വന്നു എന്തായാലും. പക്ഷേ പട്ടിക്കുട്ടന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവരുടെ പുറകെ ഓടുമായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ സേവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ശമ്പുചേട്ടൻ വന്നപ്പോഴത്തേക്ക് ശമ്പുചേട്ടനും ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്നറിയോ, പൊതുവേ ധ്വനിക്കുട്ടി വീട്ടിൽ വരുന്ന സമയത്ത് ശമ്പൂട്ടൻ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അവർ കൂട്ടിയിട്ട് പോകും. അപ്പോൾ എന്നോട് ചോദിക്കും, അമ്മ ഇത് ധ്വനിയാണോ ധ്രുവയാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ധ്വനിയാണെന്നുള്ളത്. അപ്പോൾ 2ാമത്തെ ആൾ ധ്രുവയാണ്. അപ്പോൾ അങ്ങനെ അവർ നല്ല സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തെങ്കിലുമൊക്കെയോ വർത്താനം പറഞ്ഞിട്ടാണ് പോകുന്നത്. അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ, ശമ്പൂട്ടിനെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ളത്. കാരണം ഇത്രയും നേരം എൻ്റെ മുഖം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ.
അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി ശംഭുചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഇനി കളിക്കാമല്ലോ എന്നുള്ളത്. ശംഭുചേട്ടനാണെങ്കിൽ അതിനേക്കാളും സന്തോഷം. കാരണം പൊതുവേ ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടുന്ന് പോകുമ്പോൾ തൊട്ട് തിരിച്ച് വീട്ടിലെത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെറുപറ പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വരിക. അതൊരു മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്, അത് ഞാൻ ശീലിപ്പിച്ച് വളർത്തിയെടുത്തൊരു ശീലമാണ് കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും വന്ന് പറയണം എന്നുള്ളതുകൊണ്ട്. അപ്പം ഇന്ന് അതൊന്നും ഇല്ല. ഇന്ന് ഭയങ്കരമായിട്ട് ധ്വനിക്കുട്ടി എന്താണ് ഇപ്പോൾ, ഇന്ന് അവളെ വിടണ്ട, നമുക്കിവിടെ സ്ലീപ്പ് ഓവർ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കണം, ഞാൻ അവളുടെ കൂടെ കളിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യട്ടെ, ഇനി ഞാൻ മെല്ലെ സ്ലോയിൽ നടക്കാം. എല്ലാ ദിവസവും കുറച്ച് ഓടിയങ്ങ് പോവല്ലേ, അപ്പം ഇന്ന് ഞാൻ മെല്ലെ നടക്കാം, എൻ്റെ അത്ര സ്പീഡിൽ കുഞ്ഞാവയ്ക്ക് നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വലിയ വലിയ വർത്തമാനങ്ങളൊക്കെയാണ് കേട്ടോ. ശംഭൂട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോഴത്തേക്ക് അതിനുശേഷം എന്താ അയ്യോ വീടല്ലേ കുഞ്ഞാവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അവൾ അതിനേക്കാട്ടിലും സന്തോഷം. അപ്പം അങ്ങനെ നടന്ന് നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ അരുണിമാൻ്റെ എവിടെ പോയതാണ്, ദച്ചു ചേച്ചി വരുമോ. അതായത് ഇനി ഇവർ ധ്വനി ധ്രുവ അവർ ട്വിൻസാണ്, അവർക്കൊരു മൂത്ത കുട്ടിയും കൂടി ഉണ്ട് ദക്ഷ. അപ്പോൾ ആൾ ശംഭൂട്ടൻ്റെ പ്രായം തന്നെയാണ്, ഇച്ചിരി ഒന്ന് മൂത്തതേ ഉള്ളൂ, ബാക്കി സെയിം ഏജ് ഒക്കെയാണ്. അപ്പം എല്ലാവരും ഉണ്ടോ വീട്ടിൽ, അവൻ അതാണ് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും സർപ്രൈസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുമോ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആൾ ചില്ലാണ്, നല്ല ഹാപ്പി ഒക്കെയാണ്. ബാഗ് തരാൻ പറഞ്ഞിട്ടൊന്നും തരുന്നില്ല, ഞാനങ്ങ് അനിയത്തിക്കുട്ടീനെ കൊണ്ട് പോവുകയാണ് എന്നുള്ള രീതിക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ തണലത്തെത്തി കഴിയുമ്പോഴാണ് ചോദിക്കുന്നത്, അമ്മേ നമ്മൾ ഇത്രയും നേരം കുഞ്ഞാവനെ കൊണ്ട് വെയിലത്താണ് നടന്നതെന്നല്ലേ എന്ന്. ഞാൻ പറഞ്ഞ അതേന്ന്. പിന്നെ പൊതുവെ ധ്വനീനെയും ധ്രുവേനെയും വെച്ച് നോക്കുമ്പോൾ ധ്വനി, അതായത് ഈ മോള് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും മടിയുള്ളവളാണെന്നാണ് അരുണിമ പറയുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ വരുമ്പോൾ ഞാനിപ്പോൾ എത്ര വട്ടം ഈ പാർട്ടിക്ക് പോകാൻ ഇറങ്ങി കയറി, പിന്നെ ശംഭൂട്ടനെ കൂട്ടാൻ പോകാൻ ഇറങ്ങി കയറി, അതിൻ്റെ ഇടയ്ക്ക് ഒരു പാഴ്സൽ വന്നു അത് മേടിക്കാൻ ഇറങ്ങി കയറി. അപ്പോൾ എല്ലാം കൂടെ 2-3 വട്ടം ഞാൻ അവളെ കൊണ്ട് വരുമ്പോഴും ആൾ സൂപ്പറായിട്ട് സ്വന്തമായിട്ട് ഇറങ്ങി കയറി തന്നെയാണ് പോകുന്നത്. അല്ലാതെ നമ്മൾ എടുക്കാൻ വാശി പിടിക്കുകയെ നടക്കാൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ വയ്യ എന്നുള്ള വാശി പിടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. 4 നിലയും സ്വന്തമായിട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ താക്കോലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം താക്കോലിലൊരു കുഞ്ഞി പാവക്കുട്ടിയുണ്ട്, ഒരു ടെഡി ബിയർ ഉണ്ട്. അതൊരു 4 വർഷമായിട്ട് ഞാൻ അതിൽ വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ, ഈ ശംഭൂട്ടൻ LKG ആയിരുന്നപ്പോൾ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പോകാൻ ശംഭൂട്ടന് ഹാപ്പിയാണ്. പക്ഷേ ശംഭൂട്ടൻ്റെ കൂടെ വരുന്ന കുട്ടികൾ എപ്പോഴും കരയായിരുന്നേ. ഇതിൻ്റെ കൂടെ ഒരു നെയിൽ കട്ടറും ഉണ്ട്, ഇതുമുണ്ട്. നെയിൽ കട്ടർ എന്ന് വെച്ചാൽ നമ്മൾ ചില ദിവസങ്ങളിൽ പെട്ടെന്നല്ലേ കുഞ്ഞുങ്ങൾക്ക് നഖം വളരുക. അപ്പോൾ ചില ദിവസം സ്കൂൾ ബസ്സിൽ കയറാൻ നിൽക്കുമ്പോൾ നഖം കട്ട് ചെയ്യാത്തിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യും. പിന്നെ പാവക്കുട്ടി ഇതുപോലെ കരയുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ കാണിച്ച് പറ്റിക്കാൻ വേണ്ടി ഞാൻ തൂക്കിയിട്ടിരിക്കുന്ന. അപ്പോൾ ഇവൾക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ശംഭൂട്ടൻ വന്നിട്ട് ഭയങ്കര കെയറിങ്, ഇതാ അവൻ്റെ ചെരുപ്പൂരി വെക്കുന്നു, കുഞ്ഞാവയുടെ ചെരുപ്പൂരി വെക്കുന്നു, എന്നിട്ട് ഇതാ ഡോറൊക്കെ 2 പേരുടെ തുറക്കുന്നു, അകത്ത് കയറുന്നു. ഇനിയിപ്പോൾ ഞാൻ ഒരു 2 സെക്കൻഡിൽ കുളിച്ചിട്ട് വരാമേന്നൊക്കെ പറഞ്ഞിട്ട് ബാഗൊക്കെ എവിടേക്കോ ഇട്ടിട്ട് വേഗം പോയി കുളിച്ചിട്ട് വന്നു. എന്നാൽ പിന്നെ ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല നമുക്ക് വിശക്കുന്നൊന്നും ഇല്ല, പിന്നെ നമുക്ക് ഇതാക്കാം, കുറച്ച് കഴിഞ്ഞ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു, അയ്യോ അമ്മ എനിക്ക് ഭയങ്കര വിശപ്പ്, എനിക്ക് നമുക്കന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ആ ബിരിയാണിയുടെ ഒരു വീഡിയോ എടുത്തു. ഈ ഒരു ഉച്ചയൂണ് നമ്മളെന്തായാലും ഉച്ചയൂണ് ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എൻ്റെ ഷോർട്സൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഷോർട്സ് കണ്ടില്ലെങ്കിലും ലോങ് വീഡിയോസ് കണ്ടു നോക്കുക. എനിക്ക് അധികം ഒന്നും ആഗ്രഹമൊന്നും ഇല്ല, അധികം ആഗ്രഹമാണോ എന്നറിയില്ല, എന്നാലും ഒരു 1K വ്യൂ ഒക്കെ ലോങ് വീഡിയോയ്ക്ക് വരണം എന്നാണ് എൻ്റെ ഒരു മാക്സിമം ഉള്ള ആഗ്രഹം കേട്ടോ. അതിൽ കൂടുതലൊന്നും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഭയങ്കര കുറവല്ലേ നമ്മുടെ വീഡിയോസൊക്കെ. എന്തായാലും ഞാൻ കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നതാണ്. പക്ഷേ എൻ്റെ തന്നെ മിസ്റ്റേക്ക് ആയിരിക്കണം മേ ബി. ഞാനങ്ങനെ അപ്ഡേറ്റ് എല്ലാ ദിവസവും അങ്ങനെ ബാക്കി എല്ലാവരും ഇടുന്ന പോലത്തെ ഒരു പൊട്ടൻഷ്യലൊന്നും ഇതിനകത്ത് ഇടുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കണം മേ ബി. അങ്ങനെ ഞാനത് ബിരിയാണിയൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് മോൾക്കും കൊടുത്തു, ശംഭൂട്ടനും കൊടുത്തു. അതിനുശേഷം ഞാനും കഴിച്ചു. അതിനുശേഷം 2 പേരോട് ഒരു കുഞ്ഞ് പവർ നാപ്പ് എടുക്കാൻ വേണ്ടി കിടത്തിയതാണേ. പിന്നെ ഞാൻ പറയുന്നു, ബാക്ക്ഗ്രൗണ്ടിലെ വോയിസ് ഒന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ, അത് ഭയങ്കരമായിട്ടൊരു നോയ്സാണ്. അപ്പം പവർ നാപ്പ് എടുക്കാൻ വേണ്ടി കിടത്തിയതാണെങ്കിലും ആൾ നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി. കാരണം അരുണിമ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പറഞ്ഞു, എടി രാവിലെ ഒന്ന് ഉറങ്ങിയിട്ട് മര്യാദയ്ക്ക് അങ്ങനെ ഉറങ്ങേണ്ട സമയമായി, നീ ഒന്ന് ചുമ്മാ ഒന്ന് കിടത്തി നോക്കും ഉറങ്ങുമെന്ന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ന് ഭയങ്കര കളിയായിരുന്നു. ആ കൂട്ടത്തിൽ ഇതുമായി ശംഭൂട്ടൻ വന്ന് കളിയല്ലെങ്കിൽ അവനും കയറി കിടന്നപ്പോഴത്തേക്ക് കുഞ്ഞാമയും കയറി കിടന്നു. അപ്പോൾ അരുണിമ വിളിച്ച് പറഞ്ഞു, എടാ നമ്മൾ വരാൻ സമയമായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഇനി ഉറങ്ങിയ ആൾക്കാരെ ഒന്ന് ഉണർത്തണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അവർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡോറൊക്കെ തുറന്ന് ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാവൽ നിൽക്കാൻ തുടങ്ങി കേട്ടോ. കാരണം അറിയാമല്ലോ, പെട്ടെന്ന് ഉറക്കത്തിൽ നമ്മൾ കോളിംഗ് ബെല്ല് കേട്ടാൽ ശംഭൂട്ടൻ ഞെട്ടി എണീക്കും. പക്ഷേ ശംഭൂട്ടൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൻ എണീറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ദക്ഷക്കുട്ടി, അതായത് നമ്മുടെ ധ്വനിയുടെയും ധ്രുവയുടെയും ചേച്ചിക്കുട്ടി. അതിനുശേഷം അരുണിമ വന്നു. ഞാൻ നോക്കിയിരിക്കുന്ന അടുത്ത ആളെയാണ് കേട്ടോ. അടുത്ത ആൾ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ കറങ്ങാൻ പോയിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവൾ മോള് ചേട്ടൻ്റെ കൂടെ വരുന്നുണ്ട്. കണ്ടോ അടുത്ത ആൾ എത്തി. അരുണിമ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കേക്ക് പാൻ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടുവന്നു. പിന്നെ വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അതും എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അടുത്ത ആൾ വന്നപ്പോൾ അവൾക്ക് ആവശ്യമുള്ള കളിക്കോപ്പുകളൊക്കെ എടുക്കുകയാണ്. ഇവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് അല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് ഇവർ രണ്ടുപേരെയും കണ്ടിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ എനിക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ പറയുന്നു അല്ലാന്ന്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നതെന്ന് പറയണേ. ഞാനിപ്പോൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കാണിക്കാം കേട്ടോ. അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടീനെ ഈ വലിയ ചേച്ചിയും ചേട്ടനും പോയിട്ട് ഉണർത്തി. അങ്ങനെ അവൾ എണീറ്റ് വരുന്നുണ്ട് ഉറക്കത്തിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടുവെന്ന് തോന്നുന്നു. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫുള്ള് ഡ്രസ്സിലെല്ലാം ആയപ്പോഴത്തേക്ക് ഞാൻ ഡ്രസ്സെല്ലാം ഊരിയിട്ട്, അത്യാവശ്യം ചൂടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഡോറെല്ലാം അടച്ചിട്ടാണല്ലോ കിടത്തിയത്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ഊരിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നേരം അച്ഛനെയും അമ്മയും കാണാതിരുന്നിട്ട് അമ്മേനെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ എടുത്ത് ചാടി പോകേണ്ട കാര്യമൊന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല. അവൾ എന്നെ പറ്റി കൂടി തന്നെ ഇരിക്കുകയായിരുന്നു. ശംഭുചേട്ടൻ അപ്പം അവളെ എടുക്കണം എന്നുള്ള രീതിയിലായി. അപ്പം ഞാൻ കുറച്ച് നേരം അവനെ എടുക്കാൻ വേണ്ടി കൊടുത്തു. അവളും അതെ ഉറക്കത്തിൻ്റെ ഒരു മൂടി തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് കുടിക്കാനൊക്കെ വെള്ളമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അവർക്ക് കുറച്ച് മോരും വെള്ളം, നല്ല കട്ടിയിൽ ഞാൻ മോരും വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഉച്ചയ്ക്ക് തന്നെ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ വെയിലത്തൂന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ പെട്ടെന്ന് ദാഹിക്കുമ്പോൾ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ നല്ല മോരും വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ എത്താൻ കുറച്ച് വൈകിയല്ലോ. അപ്പോൾ വൈകുന്നേരമായി. അവർ ലഞ്ചെല്ലാം കഴിച്ചിട്ടാണ് പിന്നെ വന്നത്. അപ്പം ഞാനിങ്ങനെ പറയുകയാണ്, ഇവൾ അരുണിമ പറയുകയാണ് അവൾക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ ഇഷ്ടമല്ല, അവൾ ഇറങ്ങൂല എന്നൊക്കെ. പക്ഷേ നിങ്ങൾ കണ്ടില്ലേ, സൂപ്പറായിട്ട് ഇറങ്ങിയില്ലേ. അതാണ് അച്ഛനും അമ്മയും വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ചൊരു പുന്നാരം കൂടുതലല്ലേ നമ്മുടെ അടുത്ത്. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് എല്ലാവരുടെ അടുത്ത് പോകുന്ന കുട്ടികളാണ്. ശമ്പൂട്ടനൊന്നും ഈ പ്രായത്തിൽ അങ്ങനെയല്ല, എവിടെയും പോയില്ലായിരുന്നു. എന്നെ പറ്റിയിരിക്കുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ മോരും വെള്ളം എല്ലാം കൊടുത്തു. പിന്നെ പൊടി മക്കൾക്ക് 4 പേർക്കും പാലെടുത്തു കേട്ടോ. കാരണം അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റതല്ല ഉള്ളൂ. പിന്നെ വെഡിങ് ആനിവേഴ്സറി അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വകയുള്ള ഗിഫ്റ്റ് 2 പേർക്കും കൊടുത്തു. ഒരു കുഞ്ഞ് ഗിഫ്റ്റാണ് കേട്ടോ. എന്നാലും അവർ സൂക്ഷിച്ച് വെക്കും എന്നും അവർക്കത് കാണുമ്പോൾ എന്നെ ഓർക്ക വരുമെന്നൊക്കെ വിചാരിക്കുന്നു. ഈ രണ്ടാമത്തെ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ അരുണിമ ചേട്ടന് വേണ്ടി ഓർഡർ ചെയ്തതാണ്. പക്ഷേ സർപ്രൈസ് ആയിട്ട് എൻ്റെ അടുത്തേക്കാണ് ചെയ്തത്. അപ്പം ചേട്ടൻ അറിയായിരുന്നു, എന്നാലും ശരി സർപ്രൈസ് അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും അവിടുന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളിയായിട്ട് അങ്ങനെ രാത്രിയായി കേട്ടോ. വൈകുന്നേരം വരെ ആയി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അവർ ഇറങ്ങുകയാണ്, പോകാമെന്ന് കരുതി ഇറങ്ങുകയാണ്. അപ്പോൾ കുറച്ച് നേരം കുട്ടികൾ, വലിയ കുട്ടികളും ചെറിയ കുട്ടികളും കളിച്ചു. പിന്നെ 4 പേരുടെ കൂടുമ്പോൾ എന്തായാലും കുറച്ച് ഒച്ചപ്പാടും ബഹളവും വഴക്കും ഒക്കെ ആകുമല്ലോ. കാരണം അവൾ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഒരു പ്രശ്നവും വഴക്കൊന്നും ഉണ്ടായില്ല. ഈ 2 ട്വിൻസ് കാണുമ്പോഴത്തേക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെടുക്കുന്ന സാധനങ്ങൾ അവർക്ക് വേണം, അല്ലെങ്കിൽ ഒരാളെടുത്ത സാധനം തന്നെ മറ്റേ ആൾക്ക് വേണം. ഇവിടെ അങ്ങനെ 2 പേർക്കും ഒരേപോലെ കൊടുക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം സിംഗിൾ സാധനങ്ങളല്ലേ. പക്ഷേ അവരുടെ വീട്ടിൽ അങ്ങനെയല്ല. ട്വിൻസ് ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് മേടിക്കുന്നതേ സാധനം തന്നെ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് അവർക്ക്. ഫോർ എക്സാമ്പിൾ ഒരേപോലത്തെ 2 ടോയ്സ് ഉണ്ട്. ഇവിടെ അതില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലൊക്കെ അടി വരും. ഇത് നമ്മുടെ ശമ്പൂട്ടൻ്റെ മറ്റേ വായി അടയുന്ന മീനാണ്. ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ് 2 പേർക്കും. അപ്പോൾ ഈ വലിയ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കാണിച്ച് അതുങ്ങളെ പേടിപ്പിക്കും. വലിയായിട്ട് അഭിനയിക്കും, അയ്യോ വേദന എടുത്തെന്നൊക്കെ. അതിനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കൂടെ 2 പേരോടെ കളിച്ചു. നിങ്ങൾ നോക്കൂ, 2 പേരും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇവരെ കാണാനായിട്ട്? ഇല്ലല്ലോ. അപ്പോൾ അവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് അല്ലേ. അപ്പോൾ എന്തായാലും ശരി, ആൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ കുറച്ച് ക്രയോൺസും നമ്മുടെ സ്കെച്ച് പെന്നൊക്കെ എടുത്ത് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ വരച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങി. ജസ്റ്റ് ഒരു റൗണ്ട് എടുക്കാമെന്ന് കരുതി അങ്ങനെ നടന്നിട്ട് ജസ്റ്റ് ഞങ്ങളുടെ ബാക്കിലത്തെ ലൈനിൽ തന്നെ ചുമ്മാ ഒന്ന് പോയിട്ട് വന്നു കേട്ടോ. ഇതിൻ്റെ ഒരു എൻഡ്, നമ്മുടെ ഈ ലൈനിൻ്റെ ഒരു എൻഡ് കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കൊണ്ടുപോയതാണ്. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി. പുറത്ത് എല്ലാവരും ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കും നല്ലൊരു ദിവസമായിരുന്നു. അപ്പം അരുണിമയും വന്നു, നമ്മൾ ചേട്ടനും വന്നു, എല്ലാവരോടും ചുമ്മാ ഒന്ന് നടന്നു. ശംഭുവും ദക്ഷയും ശംഭുവും ഒക്കെ കാര്യമായിട്ട് പുറത്ത് നിന്ന് കളിക്കുകയാണ്. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കുറച്ച് നേരം നടന്നു. എന്നിട്ട് അവർ പോവുകയാണ് തിരിച്ച് അവരുടെ വീട്ടിലേക്ക്. നമ്മളും നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ആ ഒരു ഡേ അങ്ങനെ പോവുകയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുന്നുണ്ട്. അതിന് ശേഷം അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ പോവുകയാണ്. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു. കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ എനിക്കൊരു എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു ദിവസം വരുന്നത്. ഇല്ലെങ്കിൽ ശമ്പൂട്ടൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പണിയായിട്ട് അങ്ങനെ ഇരിക്കുന്ന ദിവസമല്ലേ. ഇതിപ്പം നമ്മുടെ തൊണ്ടയൊന്നും അനക്കാൻ പറ്റാതിരുന്ന ആ ദിവസങ്ങളിലുള്ള വീഡിയോ ആണ് കേട്ടോ. ബൈ. പിന്നെ ഇവർ മൊത്തം 5 പേരുണ്ട്. 2 വീലറിലാണല്ലോ വന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് അത് ഒരാൾ കണ്ടു അവിടെ ശമ്പൂട്ടനോടെ കളിക്കുകയാണ്, ദക്ഷരോടെ കളിക്കുകയാണ്. അച്ഛൻ വണ്ടി എടുത്തപ്പോഴത്തേക്കും ഓടി വരുന്നുണ്ട്. എന്നിട്ട് ഇവർ 2 പേരും കുഞ്ഞുങ്ങളെയും കൊണ്ട് ആദ്യം പോയി. ദച്ചു കുറച്ച് നേരം കൂടി ഇവിടെ നിന്ന് കളിച്ചു. എന്നിട്ട് രണ്ടാമത് ദച്ചുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നായിരുന്നു കേട്ടോ. അവളും കൂടി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ശമ്പൂട്ടനും ഞാനും വീണ്ടും 2 പേരും ഒറ്റയ്ക്കായി പോയി. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ദിവസം എൻഡ് ചെയ്തു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇതാണ് അരുണിമയുടെ 10th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അവൾ ഉണ്ടാക്കിയ കേക്ക്. ഇത്
പൂജ ഉണ്ടാക്കിയ കേക്ക്, വെജ് കേക്കും നോൺ വെജ് കേക്കും. അവസാനം ഞങ്ങൾ രാത്രിയിൽ ശമ്പൂട്ടം പഠിക്കുന്ന സമയത്ത് ഈ 2 കേക്കും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. രണ്ടിനും എനിക്ക് നന്നായിട്ട് വ്യത്യാസം അറിയാൻ പറ്റും, കാരണം വെജും നോൺ വെജും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് പക്ഷേ എല്ലാവർക്കും ഒന്നും പിടികിട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു 1K വ്യൂ വരെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് ചെയ്യുക കേട്ടോ. താങ്ക്